ഇന്ന് പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ലേലത്തിൽ ക്യാപ്റ്റൻസി കൊടുക്കാൻ വേണ്ടി ഒരു താരത്തെ എടുക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ RCB ആരെയും എടുത്തില്ല. രാഹുലും ശ്രേയസ് അയ്യരും ഋഷഭ് പന്തും പോയി. ഇപ്പോഴിതാ RCB പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, വിരാട് കോഹ്ലിയാണ്. അടുത്ത IPL 2025-ൽ കോഹ്ലി ക്യാപ്റ്റനാകുമെന്ന് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് കോഹ്ലി വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത്. IPL-ന്റെ മുഴുനീള ക്യാപ്റ്റൻ കോഹ്ലി ആയിരിക്കും. കോഹ്ലി വീണ്ടും ക്യാപ്റ്റൻ ആകുമ്പോൾ RCB ടീമിൽ വലിയ മാറ്റങ്ങൾ ഇപ്രാവശ്യം വന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമുമായി ബന്ധപ്പെട്ടതാണ്. CSK ടീമിൻ്റെ എല്ലാം അത് ധോണിയാണ്. ധോണി കളിക്കുന്നില്ലെങ്കിലും കീപ്പറായിട്ട് ധോണി ടീമിൽ വേണം. ക്യാപ്റ്റൻ്റെ കടമ ധോണി കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഋതുരാജാണ് ക്യാപ്റ്റനെങ്കിലും ധോണിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അടുത്ത IPL-ൽ ധോണി കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ധോണി ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് മാത്രമേ ടീമിലുണ്ടായിരിക്കുള്ളൂ. എല്ലാ മാച്ചിലും ധോണി കളിക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ധോണിക്ക് പരിക്കാണ്. അതാണിപ്പോൾ CSK ടീമിനെ പണിയായിരിക്കുന്നത്. ധോണിക്ക് ഇപ്പോൾ ആ പഴയ ഫിറ്റ്നസ് ഇല്ല. അതാണിപ്പോൾ ധോണി പിന്മാറുന്നത്. എന്തായാലും ധോണിയുടെ പരിക്ക് ഉടനെ തന്നെ മാറുമെന്ന് കരുതാം. പക്ഷേ കഴിഞ്ഞ IPL-ലെ പോലെ എല്ലാ മാച്ചിലും ധോണി കളിക്കില്ല. അത് CSK ടീമിനെ വലിയ തിരിച്ചടിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാൻ ട്രെൻഡ് ബോൾട്ടിനെ വിട്ടുകൊടുത്താണ് ജോഫ്രെ ആർച്ചറെ സ്വന്തമാക്കിയത്. പക്ഷേ ഈ ഒരു തീരുമാനം തെറ്റായി പോയിരിക്കുകയാണ്. ആർച്ചർക്ക് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. ആർച്ചർ ഒരുപാട് പരിക്കിന്റെ പിടിയിലായിരുന്നു. പിന്നീട് പരിക്കിൽ നിന്ന് മോചിതനായി. ആർച്ചർക്ക് ഒരുപാട് സർജറി കഴിഞ്ഞിട്ടുണ്ട്. താരത്തിന് മുഴുവനായിട്ടും ഒരു ടൂർണമെന്റ് കളിക്കാൻ സാധിക്കില്ല. എപ്പോൾ വേണമെങ്കിലും പരിക്ക് പറ്റാം. ഇപ്പോഴിതാ അടുത്ത IPL-ൽ ആർച്ചർ കളിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ആർച്ചറെ IPL-ലേക്ക് വിട്ടേക്കില്ലെന്ന റിപ്പോർട്ടാണ് വരുന്നത്. ആർച്ചർ ഇല്ലെങ്കിൽ അത് രാജസ്ഥാന് തിരിച്ചടിയാണ്. രാജസ്ഥാൻ ചെയ്തത് മണ്ടത്തരം തന്നെയാണ്. ട്രെൻഡ് ബോൾട്ട് മികച്ച ഒരു പേസറായിരുന്നു. ബോൾട്ടിന് വിട്ടുകൊടുത്ത് പരിക്കുള്ള ആർച്ചറെ വാങ്ങേണ്ട കാര്യമില്ല. എന്തായാലും ആർച്ചർ പരിക്ക് പറ്റി പുറത്താകാനാണ് സാധ്യത. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.